ആരോഗ്യമന്ത്രി കെ മുരളീധരനോട് വലിയ മതിപ്പാണ്. അദ്ദേഹം എടുക്കുന്ന സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് തന്നെയാണ്. വെറുതെ അതിനെ അടച്ചാക്ഷേപിക്കുന്നില്ല. ഇന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഏതു സമയത്തും ചികിത്സാ പിഴവുകൾ ഉണ്ടാവാം, അത് സർക്കാരിന്റെ മേൽ കെട്ടിവെക്കുന്നത് ശരിയല്ല. കണ്ണാശുപത്രിയിൽ കണ്ണിലൊഴിക്കാനുള്ള മരുന്ന് മാറിക്കൊടുത്തു, അതിഭീകരമായ നീറ്റിലുണ്ടായി. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ കുഞ്ഞിന് പിന്നീട് രോഗശമനം കിട്ടി. അത് സർക്കാർ ആശുപത്രിയുടെ വലിയ പിഴവായി നമ്മൾ പറയുമ്പോൾ എന്തിനും ഏതിനും നമ്മളിങ്ങനെ പിഴവ് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. ആ കെ മുരളീധരൻ എന്ന ആരോഗ്യമന്ത്രി ഇരിക്കുന്നതിന് 4-5 റോയിലേക്ക് ബാക്കിൽ പോയാൽ അബിൻ വർക്കി എന്ന് പറയുന്ന പത്തനംതിട്ടയുടെ ആറന്മുളയുടെ MLA ഉണ്ട്. കെ മുരളീധരൻ ഇരിക്കുന്നിടത്ത് നിന്ന് വലതുവശത്തേക്ക് അല്പം കണ്ണോടിച്ചാൽ അവിടെ OJ ജനീഷ് എന്ന കായിക സ്പോർട്സ് വകുപ്പ് മന്ത്രിയുണ്ട്. ഇവരെല്ലാവരും കേൾക്കാൻ വേണ്ടി കൂടിയാണ് കെ മുരളീധരൻ പറഞ്ഞതെന്ന് നമുക്ക് തോന്നിപ്പോകും. പത്തനംതിട്ടയിൽ, തിരുവനന്തപുരത്ത്, എന്തിനേറെ വീട്ടിൽ കയറിപ്പോലും ആക്രമിക്കാൻ ഒരുങ്ങുന്ന അക്രമി സംഘമായി UDF മാറിയത് വീണ ജോർജിനെതിരെ നമ്മൾ കണ്ടതാണ്. OJ ജനീഷ് എന്തായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായിട്ടുള്ള ആക്രമണ പരിപാടികൾ? ആ ആരോപണങ്ങൾ ആരോഗ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവ് കട്ടാക്കട മമാൽ ഹോസ്പിറ്റലിൽ സംഭവിക്കുമ്പോൾ OJ ജനീഷ് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനോട് ഈ സംസ്ഥാനത്തെ മുഴുവൻ നിഷ്പക്ഷമതികളും ചോദിച്ചു, എന്തിയെ നിങ്ങൾ മമാൽ ഹോസ്പിറ്റൽ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ കുറിച്ച് മിണ്ടാത്തതിന് കാരണം എന്താ? മമാൽ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ബോർഡിൽ UDF നേതാവിന്റെ പേരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. UDF നേതാവിന്റെ പേര് ഡയറക്ടർ ബോർഡിൽ ഉള്ളത് കൊണ്ട് OJ ജനീഷ് ഒന്നും മിണ്ടിയില്ല. ഇന്ന് ഈ ചികിത്സാ പിഴവുകളെ അംഗീകരിക്കണം, അത് മുഴുവൻ അടച്ചാക്ഷേപിക്കലിന് നമ്മൾ കൊടുക്കരുതെന്ന് പറയുമ്പോഴും അബിൻ വർക്കിയും OJ ജനീഷും എല്ലാം ഇരിക്കുന്ന സഭയിൽ ഇത് പറയുമ്പോഴും നിങ്ങൾ കാണിച്ച നെറുകേടിന്റെ രാഷ്ട്രീയത്തിന്റെ തിരിഞ്ഞു കുത്തായി നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കോ എന്നുള്ളതാണ്. കെ മുരളീധരൻ എന്ന ആരോഗ്യമന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞു. എന്തായിരുന്നു അത്? ഏറ്റവും കൂടുതൽ എക്സ്ട്രീം ലെവൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാഹചര്യമുള്ള, ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള അപകടകരമായ ഒരു വകുപ്പാണ് തന്റെ കയ്യിലുള്ളത്. എനിക്ക് ഭരിക്കാൻ സമയം വേണം, കൃത്യമായി ആലോചിച്ച് പഠിച്ച് ഞാൻ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന മുൻകൂർ ജാമ്യം കൂടി എടുക്കുന്ന രീതിയിലേക്ക് ഒരാരോഗ്യമന്ത്രി നിയമസഭയിലെ ആദ്യ ദിവസങ്ങളിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ ജോർജ് എന്ന മന്ത്രിയെ, ആരോഗ്യമന്ത്രിയെ, ആരോഗ്യ വകുപ്പിനെ, ഒരു സംസ്ഥാന സർക്കാരിനെ അതിനുമേൽ എത്രമേൽ വലിയ പ്രതിക്കൂട്ടിലാക്കുന്ന അനിഷ്ട സംഭവങ്ങളിലേക്കാണ് നിങ്ങൾ അന്ന് കൊണ്ടുപോയതെന്ന് ഈ രാജ്യം, ഈ സംസ്ഥാനം ഓർത്തു വെക്കുക തന്നെ ചെയ്യും.